എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. സദ്യകളിലും മറ്റുള്ള ആവശ്യങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിനൊപ്പം വിളമ്പാൻ പറ്റിയ ഈ ഒരു കറി എങ്ങനെയാണ് വളരെ വേഗം തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 1/2 കിലോ അളവാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി പൈനാപ്പിളിൻ്റെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കൊച്ചു കൊച്ചു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കഷ്ണങ്ങളെ നമുക്കൊരു മൺചട്ടിയിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നതിനായിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പുളിശ്ശേരിയുടെ അളവ് 1/2 ലിറ്ററാണ്. 1/2 ലിറ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ 1/2 കിലോ പൈനാപ്പിളും എടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കണം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ കഷ്ണങ്ങൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങൾ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ നാളികേരക്കൂട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കഷ്ണങ്ങളിപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത്. കഷ്ണങ്ങൾ വെന്ത് തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതുപോലൊരു 1/2 മുറി നാളികേരം ഒന്ന് തിരുമ്മിയെടുക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളിപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ കട്ട ശർക്കര ചേർത്താലും മതിയാകും. ഇനിയിപ്പോൾ വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് 1/2 മുറി നാളികേരം, 1 പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, 2 കൊച്ചുള്ളി, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് നല്ല ജീരകവും ഇത്രയും ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ആ സമയം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ശർക്കര ചേർത്തിട്ട് നമ്മൾ ഇതുവരെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നാളികേരം നമ്മൾ ഇതുപോലെ വെണ്ണ പോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള കഷ്ണങ്ങളിലേക്ക് നാളികേരം അരച്ച് ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. പുളിശ്ശേരി അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ടും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടെ കൊടുക്കാം. നാളികേര കൂട്ട് ചേർത്തിട്ടുള്ള പൈനാപ്പിൾ അരപ്പ് ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം തൈര് ചേർക്കാം. തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം നമുക്ക് എടുക്കാനായിട്ടും. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയാകാനായിട്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിളും അരപ്പും തൈരെല്ലാം കൂട്ടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ഈ കറി ഒന്ന് പാകമായി കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായിക്ക് വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവ ചേർക്കാം. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 4 കൊച്ചുള്ളി കട്ട് ചെയ്തത് ചേർക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും കൂടെ ചേർക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടുന്നതിനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ താളിപ്പെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് കറിയിലേക്കാണ് ചേർക്കേണ്ടത്. താളിപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെഡിയാണ്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.